പരിശുദ്ധമായ ജുമാ ദിവസത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കിയതുപോലെ 2 മാസം അല്ലെങ്കിൽ 2.5 മാസം പിന്നോട്ട് നാം ഒന്ന് സഞ്ചരിക്കുമ്പോൾ ഇതേ മിഹ്റാബിൽ നിന്നുകൊണ്ട് ഇതേ ഖുതുബയുടെ ദുആയിലടക്കം അല്ലാഹുമ്മ അസ്ഖിനാ ഗൈസൻ മുഗീസൻ എന്നുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥനയുടെ പര്യവസാനം ഋതുക്കൾ മാറി വന്നപ്പോ, കാലങ്ങൾ മാറി വന്നപ്പോ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ കാലാവസ്ഥത്തിന്റെ മാറ്റം, നമ്മുടെ കൺമുന്നിലൂടെ അതിന്റെ മാറ്റങ്ങളും, കോരിച്ചൊരിയുന്ന മഴ, അതല്ലെങ്കിൽ 2 മാസങ്ങൾക്ക് മുന്നേ കൊടിയ ചൂടിൽ അവധി കൊടുത്തതിന് അപ്പുറം ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലും അതിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ശക്തമായ മഴ കാരണം അവധി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഞാനും നിങ്ങളും അറിയുന്നൊരു വസ്തുതയാണ്. ഈ വസ്തുതയൊക്കെയും ചേർത്ത് വെക്കുമ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹവും പടച്ചറബിന്റെ കാരുണ്യവും എത്രമേൽ അധികമാണെന്നും അതെത്രമേൽ ഗൗരവത്തോടു കൂടിയാണ് ഞാൻ നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത് എന്ന് ഒരു നിമിഷം ആലോചിക്കേണ്ടതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു അല്ലാഹു സംവദിക്കുന്ന ഖുദ്സിയായ ഒരു ഹദീസ് ഉണ്ട്. ഖുദ്സിയായ ഹദീസ് എന്ന് പറയുമ്പോൾ പരിശുദ്ധമായ ഖുർആനിൽ ഇല്ലാത്തതും എന്നാൽ അല്ലാഹു പ്രവാചകരോട് നേരിട്ട് സംസാരിച്ചതുമായ ഹദീസുകളെയാണ് ഖുദ്സിയായ ഹദീസ് എന്ന് പറയാം. ആ ഖുദ്സിയായ ഹദീസിലൂടെ പറയുന്നുണ്ട്, ലാ തസബ്ബു ദഹർ, നിങ്ങൾ ഒരിക്കലും കാലത്തെ ചീത്ത പറയരുതേ. ഫഇന്നമാ അന ദഹർ, നിശ്ചയമായിട്ടും കാലം എന്നുള്ളത് ഞാനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരവായ പ്രവാചകരിലൂടെ മാനവ ലോകത്തിന് അറിയിക്കുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. നമുക്കറിയാം, നമ്മുടെ കാലങ്ങൾക്കപ്പുറവും നമ്മുടെ പ്രകൃതിയും മുഴുവനും നാം ഒന്ന് ദർശിക്കുമ്പോൾ പരിശുദ്ധമായ ഖുർആനിൽ പല പ്രാവശ്യം പല ഒരു മഴയെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും കൃത്യവും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, വഹുവല്ലദീ യുർസിലു റിയാഹ ബുശ്റൻ ബൈന യദൈഹി റഹ്മതി. പരിശുദ്ധമായ ഖുർആൻ ഒരു സമൂഹത്തിനോട് കൃത്യമായി സംവദിക്കുന്നത് എത്ര കൃത്യമാണെന്ന് നോക്കൂ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. വഹുവല്ലദീ, ഒരു അല്ലാഹുവാൻ, യുർസിലു റിയാഹ ബുശ്റൻ ബൈന യദൈഹി റഹ്മതി, ആ അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ കരങ്ങളിലൂടെ കാറ്റിനെ സന്തോഷപൂർവ്വം അവിടെ നിന്ന് ചലിപ്പിക്കുവാനാവുന്ന അല്ലാഹുവാകുന്നു. നമുക്കറിയാം, മഴ വരുന്നതിന്റെ അതിന്റെ ശാസ്ത്രീയ വശങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ കൃത്യമായി അറിയാം. മഴ വെള്ളം മുഴുവനും കടലിലേക്ക് ഒഴുകുകയും കടലിൽ നിന്ന് ബാഷ്പീകരണം നടത്തി അത് മേഘങ്ങളിലേക്ക് പോവുകയും മേഘങ്ങളിൽ നിന്ന് ഋതുക്കൾക്കനുസരിച്ച് കാലത്തിനനുസൃതമായി ഓരോ സമയത്തിനനുസൃതമായി ഓരോ പ്രദേശത്തിനനുസൃതമായി അതിന്റെ കൃത്യമായ രീതിയിൽ മഴ ലഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ശാസ്ത്രീയ വശം. അതാണ് പറയുന്നത് പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, കാറ്റിനെ അല്ലാഹു അവിടുന്ന് ചലിപ്പിക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം പലപ്പോഴും ആലോചിക്കേണ്ട ഒരു വിഷയം എന്നുള്ളത്, നാം ഒരു തെരി അരി നമ്മുടെ അണ്ണാക്കിലേക്ക് കൊണ്ടുപോകുമ്പോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ഭക്ഷണ സാധനങ്ങൾ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നാം ഒന്ന് കഴിക്കുമ്പോ, നാം ഒന്ന് കുടിക്കുമ്പോ നമ്മുടെ ആലോചന പോകേണ്ടത് അതിന്റെ പിന്നിൽ ജോലിയെടുത്ത ആയിരം ആളുകളുടെ കഷ്ടപ്പാടുകളാണ്. കേവലം അതൊരു കഷ്ടപ്പാടല്ല പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. നമുക്കറിയാം, മഴ വരുമ്പോഴാണ് നമ്മുടെ വയലുകളിലൊക്കെയും വിത്തിറക്കുന്നത്. ആ വിത്തിൽ നിന്ന് വീണ്ടും മഴ അല്പം ശമിക്കുന്നു, ആ വിത്ത് മുളച്ചു വരുന്നു, അത് കുറച്ചു വലുതാകുമ്പോ വീണ്ടും മഴ ശക്തമാകുന്നു. അങ്ങനെ മഴ ശക്തമാകുമ്പോ അത് വീണ്ടും പുഷ്പിച്ചെടുക്കുന്നു. അങ്ങനെ വീണ്ടും അത് വലുതായി അതിൽ നിന്ന് കതിരുകൾ വരുന്നു. ആ കതിരുകൾ വന്നതിന് ശേഷവും മഴ തുടർന്നാൽ അത് ഉണങ്ങാൻ പറ്റില്ല, അത് ഭക്ഷണത്തിന് നമുക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ഋതുക്കൾ മാറുന്നു, കാലം മാറുമ്പോ വെയിലിന്റെ സമയം വരുന്നു, വേനൽക്കാലം വരുന്നു. വേനലിന്റെ തുടക്കമാകുമ്പോ വയലുകളിൽ നിന്നൊക്കെയും നാം നടത്തിയ ആ കൃഷികളൊക്കെയും പ്രിയമുള്ള മുഅ്മിനീങ്ങളെ അത് അവിടുന്ന് എടുക്കുന്നു. ഇത് നാം ചേർത്ത് വെക്കുമ്പോ എത്രമേൽ കാരുണ്യമാണ് പടച്ചറബ് നമുക്ക് ചെയ്തെന്ന് ആലോചിക്കണം. ഒരു പക്ഷേ ഒരു തെരി അരി, ഒരു പിടി ചോറ് നമ്മുടെ അന്നനാളത്തിലൂടെ കടന്നു പോകുമ്പോ അതിന്റെ പിന്നിൽ കഷ്ടപ്പെട്ട അനേകമായിരങ്ങളുടെ ഊർജവും അവരുടെ പണവും നാം ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ നമ്മുടെ പ്രദേശത്തുള്ളതൊന്നും അത്രമേൽ നാമൊക്കെയും
സ്വയം കൃഷി ചെയ്യുന്ന കഴിക്കുന്നവർ കുറവായിരിക്കാം. എന്നിരുന്നാലും നമ്മുടെ ഭക്ഷ്യസാധനം ഏത് ചേർത്ത് വെക്കുമ്പോഴും 1000-കണക്കിന് 10,000-കണക്കിന് ആളുകളുടെ ഊർജവും അവരുടെ വിയർപ്പ് അവർ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് മാറി നിൽക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് അതിൽ നിന്ന് വാർത്തെടുക്കുന്ന അതിൽ നിന്ന് കൊയ്തെടുക്കുന്ന നെല്ലുകളും മരികളും ആ ചോറാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ എന്റെയും നിന്റെയും പാത്രത്തിലേക്ക് എത്തുന്നതെങ്കിൽ അതിനൊക്കെയും കാരണമാകുന്നത് മഴയാണ്. അതാണ് അല്ലാഹുവിന്റെ റസൂൽ ഹദീസിലൂടെ പറഞ്ഞത്, കാലം എന്നുള്ളത് ഞാനാണ് കേട്ടോ, അതിനൊരിക്കലും ശപിക്കരുത് എന്ന് ആദരവായ പ്രവാചകരിലൂടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയത് അങ്ങനെയാണ് ഓർമ്മപ്പെടുത്തിയത്. നമുക്കറിയാം പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ഋതുക്കൾ മാറി വരുമ്പോ, മേഘങ്ങളിലൂടെ സഞ്ചരിച്ചു പോകുമ്പോ, വേണ്ട സ്ഥലത്തേക്ക് കൃത്യമായ മഴകൾ വരുമ്പോ ഓർക്കേണ്ട ഒരു വസ്തുതയുണ്ട്. അത് കേവലം ഒരു വസ്തുതയല്ല. ചില മേഘങ്ങളുണ്ട്. ആ ചില മേഘങ്ങൾ എന്നുള്ളത് അത് സഞ്ചരിക്കുന്നത് ഭീമാകാരമായ മേഘങ്ങളാണ്. അതിൽ ഭീമാകാരമായ ബാഷ്പീകരിച്ചെടുത്ത വെള്ളമുള്ള മേഘങ്ങളിൽ ചലിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇവിടെയാണ് നാം ചേർത്ത് വെക്കേണ്ടത്. മഴകൾ ഒരു ദിവസം വിടാതെ അല്ലെങ്കിൽ മിനിറ്റുകൾ വിടാതെ മഴ ഇങ്ങനെ വാർന്നിറങ്ങുമ്പോ 2018 നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരു പ്രളയം നമ്മെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. അതായത് പല ശാസ്ത്രജ്ഞന്മാരും അതല്ലെങ്കിൽ സാമൂഹിക പഠനത്തിലൂടെ പറയുന്നത് മഹാമേഘ വിസ്ഫോടനത്തിലൂടെയാണ് അല്ലെങ്കിൽ ക്ലൗഡ് ബ്ലാസ്റ്റിലൂടെയാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഇത്തരത്തിലുള്ള ഒരു സ്ഥലത്തേക്ക് നിശ്ചയിക്കപ്പെട്ട മില്ലി ലീറ്ററിനേക്കാളും അധികം വെള്ളം വരുമ്പോ, ആ വെള്ളം പോകാനിടമില്ലാതാകെ വരുമ്പോ, അത് അരുവികളിൽ നിന്ന് അരുവിയിലേക്ക് സഞ്ചരിക്കുമ്പോ, ഒരു അരുവികളിൽ നിന്ന് മറ്റരുവിയിലേക്ക് അങ്ങനെ അരുവിച്ച് നമ്മുടെ വീടും നമ്മുടെ നഗരവും ഒക്കെ വെള്ളത്തിനടിയിലാകുന്ന അവസ്ഥ അങ്ങനെയാണ്. അതാണ് അല്ലാഹു പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. എന്നാൽ വിശ്വാസികളെ, നിങ്ങൾ ഓർത്തുകൊള്ളേണ്ട ഒരു വസ്തുതയുണ്ട് വിശ്വാസികളെ. അതെന്തെന്ന് വെച്ചാൽ, ഈ മേഘമെങ്ങാനും പൊട്ടിയാൽ, ആ മേഘത്തിൽ നിന്ന് മേഘമഹാവിസ്ഫോടനത്തിലൂടെ മഴകൾ അത് നിശ്ചയിക്കപ്പെട്ടതിനേക്കാൾ അധികം വന്നിറങ്ങിയാൽ അത് വലിയ അപകടമാണ് വരുത്തുക എന്നുള്ളതാണ്. എന്നാൽ പരിശുദ്ധമായ ഖുർആൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, എന്തിനാണ് മഴ വരുന്നത്? കാലങ്ങൾക്ക് മുമ്പേ, മാസങ്ങൾക്ക് മുമ്പേ നമ്മുടെ നാടും നഗരവും ഒന്ന് നാം ദർശിക്കും പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. നമ്മുടെ വീടിന്റെ അടുത്തുള്ള കിണറിലേക്ക് ഒന്ന് പോയി നോക്കൂ. അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ നിറഞ്ഞു വരുന്നത് ഉണ്ടാകും. മാസങ്ങൾക്ക് മുമ്പ് ഞാൻ നിങ്ങളും സംസാരിച്ചതാണ് കിണറിന്റെ വെള്ളം അങ്ങ് വറ്റി എന്നുള്ളത്. ആ കിണറിൽ നിന്നാണ് വെള്ളം ഒഴുകി പോകുന്നതെങ്കിൽ ആ റബ്ബാണ് നിർജീവ്യമായ ഭൂമി ഉണ്ടല്ലോ, ആ ഭൂമിയെ പുഷ്പിച്ചെടുക്കാൻ കഴിവുള്ളവനായ അല്ലാഹു, ആ അല്ലാഹുവാണ് മഴ തരുന്നത്. എന്ന് മാത്രമല്ല, അങ്ങനെ അല്ലാഹു ഭൂമിലോകത്തേക്ക് മഴ ഇറക്കുന്നു. എന്നിട്ട് മഴ ഇറക്കിയിട്ട് ആ മഴയിലൂടെ വ്യത്യസ്തമായ പഴങ്ങൾ, വ്യത്യസ്തമായ പച്ചക്കറികൾ, വ്യത്യസ്തമായ കൃഷിയിടങ്ങളിൽ നിന്ന് നാം കൃഷി ചെയ്തെടുക്കുന്ന പല വസ്തുക്കളും വരുന്നു. പരിശുദ്ധമായ ഖുർആൻ കാലങ്ങൾക്ക് മുമ്പ് ഓർമ്മപ്പെടുത്തുകയാണ്. നാം ആലോചിക്കേണ്ടതുണ്ട്, എങ്ങനെയാണോ മഴ ലഭിക്കുന്നത് എന്നതിന് ഒരു തരത്തിലും ശാസ്ത്രീയമായ കണ്ടുപിടുത്തമില്ലാത്ത കാലത്തിനേക്കാൾ മുന്നേ, നൂറ്റാണ്ടുകൾക്ക് മുന്നെയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധരങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഖേനയിൽ നിന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന പ്രിയമുള്ള മുഅ്മിനീങ്ങളെ മാനവ സമൂഹത്തോട് ഈ ദർശനം ദർശിച്ചത് എങ്കിൽ നാം ആലോചിക്കേണ്ടത്, ഈ മഴ എന്നുള്ളത് അല്ലാഹുവിന്റെ പരീക്ഷണമായി ഭവിക്കാം, അതൊരു വലിയ അനുഗ്രഹവുമായി നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ്. അതിനൊക്കെയും ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. എന്ന് മാത്രമല്ല ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, അതിൽ നിന്ന് മഴയിൽ നിന്നാണ് നാം പച്ചപ്പ് നാം ഉണ്ടാക്കിയത്. നമുക്കറിയാം, നാം പല ആളുകളും യാത്ര പോകുന്നവരാണ്. മനോഹരമായ സസ്യലതാദികൾ നിറഞ്ഞ, മനോഹരമായ പുൽമേടുകൾ നിറഞ്ഞ, മനോഹരമായ ഇടതൂർന്ന് നിൽക്കുന്ന വൃക്ഷങ്ങൾ നിറഞ്ഞ വഴിയിലൂടെ പോകുമ്പോ നാം ആലോചിക്കേണ്ടത്, പടച്ച റബ്ബിന്റെ മഴയിൽ നിന്ന് അവിടെ നിന്ന് മുളച്ചു വന്നതാണ് ഓരോ എന്നുള്ള ഒരു വസ്തുതയാണ്. അതുകൊണ്ട് ഇതൊക്കെയും കൃത്യമായി പറയുമ്പോ പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ല മനുഷ്യരെ, നിങ്ങൾ ചിന്തിക്കുന്നില്ല മനുഷ്യരെ, നിങ്ങളുടെ ഭക്ഷണ സാധനത്തിലേക്ക് ഒന്ന് നോക്കൂ മനുഷ്യ, ഒന്ന് ദർശിക്കും മനുഷ്യ, അതിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ചൊന്ന് മനസ്സിലാക്കും മനുഷ്യ. എങ്ങനെയാണ് വെള്ളം അങ്ങ് ഇറങ്ങിയപ്പോ പെയ്തിറങ്ങിയ
മഴ, ഒരു ഇമ്പമായി പെയ്തിറങ്ങിയ മഴ, ഒരു മനോഹരമായി നമ്മുടെ തലത്തിലേക്ക് നമ്മുടെ ചെവിയിലേക്ക് കേൾക്കുന്ന മഴ, അത് ഇമ്പമായങ്ങ് പ്രകൃതിയുടെ പ്രപഞ്ചത്തിന്റെ ഒരു ശ്ലാഘം പോലെ ഇങ്ങനെ പോയപ്പോ എന്ന് മാത്രമല്ല ആ ഭൂമി അത് പിളർത്തി, എന്നിട്ട് അതിന്റെ അകതാരത്തിലേക്ക് ഒരു വെള്ളത്തിനെ സൂക്ഷിക്കും പോലെ അതിന്റെ അകത്തേക്ക് ആ ഭൂമിയുടെ അകത്തിലേക്ക് വെള്ളം പോവുകയും ചെയ്തു. എന്നിട്ടോ നാം ആലോചിക്കേണ്ടതുണ്ട്, എത്ര ഇമ്പമാർന്നതാണ് ഖുർആനിന്റെ മഴയെ കുറിച്ചുള്ള ചിന്തകൾ, എത്ര കൃത്യമാണ് ഖുർആനിന്റെ ചിന്തനങ്ങൾ എന്ന് നാം ആലോചിക്കണം. അതിൽ നിന്നാണ് നിങ്ങൾക്ക് ഈത്തപ്പഴം വരുന്നത്, അതിൽ നിന്നാണ് നിങ്ങൾക്ക് വൃക്ഷങ്ങൾ വരുന്നത്, അതിൽ നിന്നാണ് നിങ്ങൾക്ക് സൈത്തൂൻ വരുന്നത്, അതിൽ നിന്നാണ് നിങ്ങൾക്ക് എല്ലാം ലഭിക്കുന്നതെന്നും നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ ആടുമാട് ഒട്ടകങ്ങൾ നിങ്ങളുടെ മറ്റു ജീവികൾക്കും വേണ്ടിയാണ് അതൊക്കെ എന്നും ഖുർആൻ ഓർമ്മപ്പെടുത്തുമ്പോ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്തിനാണ് ഞാൻ വിഷയം പറഞ്ഞു നോക്കുമ്പോ മഴ നമ്മിലൂടെ കടന്നു വരും, ഋതുക്കൾ മാറി വരും. ഒരു മഴയിൽ നിന്ന് മറ്റൊരു വേനലിലേക്ക് നാം യാത്ര ചെയ്യും. കാലങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പക്ഷെ ശക്തമായ മഴ വന്നേക്കാം. ഒരിക്കലും മഴയെ നാം ഒരിക്കലും കുറ്റം പറയരുത്, കാലത്തിൽ ഒരിക്കലും കുറ്റം പറയരുത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഒരു മഴ ശക്തമായി വരുമ്പോ ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ നിന്ന് മേഘാവൃതമാകുമ്പോ മേഘങ്ങളൊക്കെ മൂടി പിടിച്ചു നിൽക്കുന്ന ഒരു അവസരത്തിൽ വീട്ടിന്റെ പുറത്ത് നിന്ന് വന്നുകൊണ്ട് വല്ലാത്ത ചിന്താകുലനായി നിൽക്കുന്ന ഒരു പ്രവാചകനുണ്ട്. ആ പ്രവാചകൻ വല്ലാത്ത ചിന്താകുലനായി നിൽക്കുമ്പോ ആ പ്രവാചകനോട് അവിടുത്തെ പത്നി ആയിഷ ചോദിക്കുന്നുണ്ട്, റളിയല്ലാഹു അൻഹാ, അല്ല നബിയെ, അങ്ങെന്താണ് നബിയെ പേടിയിൽ, അങ്ങെന്താണ് നബിയെ ഒരു വ്യതയുടെ അവസരത്തിൽ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പ്രിയ പത്നി ആയിഷയോട് പറയുന്നുണ്ട്, എന്നറിയോ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പ്രിയ പത്നി ആയിഷയോട് പറയുന്നുണ്ട്, റളിയല്ലാഹു അൻഹാ, അല്ല ആയിഷ, മുൻഗാമികളുടെ ചരിത്രം ഒന്ന് പഠിക്കുമ്പോ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം ഒന്ന് പഠിക്കുമ്പോ സബഅ ഗോത്രത്തിന്റെ ചരിത്രം ഒന്ന് പഠിക്കുമ്പോ ആ ഗോത്രത്തിനൊക്കെയും വലിയ ദുരന്തമായി ആ സമൂഹത്തെ നിഷ്കാസനം ചെയ്യാൻ, ആ സമൂഹത്തെ ഇല്ലാതാക്കാൻ അല്ലാഹു പ്രയോഗിച്ച പ്രയോഗം കൂടിയാണ് ഈ മഴയെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പത്നി ആയിഷയോട് പറയുന്നുണ്ട്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിൽക്കുമ്പോ ഒരു അറാബിയായ മനുഷ്യൻ ഓടി വരുന്നുണ്ട് ഒരു വാതിലിലൂടെ. അങ്ങനെ ഓടി വരുമ്പോ അറാബിയായ മനുഷ്യന്റെ കംപ്ലൈന്റ് മറ്റൊന്നുമായിരുന്നില്ല, നബിയെ വെള്ളമില്ല, നബിയെ വെള്ളമൊട്ടുമില്ല, നബിയെ നമ്മുടെ ജീവികളൊക്കെ ഒട്ടകങ്ങളൊക്കെ അവിടുന്ന് നശിക്കാനായി നബിയെ, അവിടുന്ന് മരിച്ചു പോവുകയാണ് നബിയെ, ഭൂമിയൊക്കെയും ഉണങ്ങുകയാണ് നബിയെ, ഭൂമി ഉണങ്ങി പിളരുകയാണ് നബിയെ എന്നൊരു അറാബി വന്ന് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറാബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗൈസ, അല്ലാഹുവേ മഴ വർഷിപ്പിക്കണേ എന്ന് പറയുന്നുണ്ട്. ചരിത്രം ചുരുക്കി പറയുകയാണ്, അറാബിയായ മനുഷ്യൻ തിരിച്ചു പോകുന്നുണ്ട്. അവിടെ നിന്ന് അറാബിയായ മനുഷ്യൻ സ്ഥലത്തേക്ക് എത്തിയപ്പോ, തന്റെ വീട്ടിലേക്ക് എത്തിയപ്പോ തകർത്തെറിയുന്ന മഴയാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. മഴ അങ്ങനെ വരികയാണ്. അതേ അറാബിയായ മനുഷ്യൻ ഒരാഴ്ച കഴിഞ്ഞപ്പോ അതേ വാതിലിലൂടെ കടന്നു വരുന്നുണ്ട്. എന്നിട്ട് ആ അറാബിയായ മനുഷ്യൻ വിധങ്ങളോട് പറയുന്നുണ്ട്, അല്ല നബിയെ മഴ വന്ന് നമ്മുടെ കാൽമുട്ടുകളോളം നമ്മുടെ വീടുകളൊക്കെ മുങ്ങാൻ പോവുകയാണ് നബിയെ, നമ്മുടെ കൃഷികളൊക്കെയും നശിക്കാൻ പോവുകയാണ് നബിയെ. ഏത് അറാബി എന്നറിയുമോ, ഒന്നും മുളക്കാൻ വെള്ളമില്ലാത്ത ആ പ്രദേശത്തേക്ക് ഒന്ന് വെള്ളം തരണേ നബി എന്ന് പ്രാർത്ഥിക്കാൻ പോയ അറാബി. ആ അറാബി തിരിച്ചു വന്നുകൊണ്ട് പറയുകയാണ്, നബിയെ ഞങ്ങളുടെ നഗരങ്ങളൊക്കെയും നമ്മുടെ വീടുകളൊക്കെയും വെള്ളത്തിന്റെ അടിയിൽ മുങ്ങാൻ പോവുകയാണ് നബിയെ, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണേ നബി എന്ന് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദുആ ചെയ്യുന്നുണ്ട്, അല്ലാഹുവേ ഈ മഴയെ അവർക്ക് കൊടുക്കണ്ട, അവർക്ക് ഈ മഴ മതി റബ്ബേ, അതിന്റെ ചുറ്റുമുള്ള മഴയില്ലാത്തവരിലേക്ക് ഈ മഴയെ കൊടുക്കണേ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ പ്രകൃതിയിൽ നിന്ന് നാം ദർശിച്ചെടുക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നത് മഴയിലൂടെയാണ്. അല്ലാഹു നമുക്ക് നൽകിയത് ആ മഴയാണ്, ആ തോട്ടങ്ങളാണ്, ആ അരുവികളാണ്, ആ തോടുകളാണ്, ആ പുൽമേടുകൾ നിറഞ്ഞ ഒരുപാട് സ്ഥലങ്ങളാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. അതുകൊണ്ട്
അതുകൊണ്ട് അത് നാം കൃത്യമായി അള്ളാഹുവിന്റെ അനുഗ്രഹം ചെയ്യണം, അതിന് നന്ദി ചെയ്യണം. റബ്ബിന്റെ അനുഗ്രഹത്തിന് നാം കൃത്യമായി നന്ദിയുള്ള വിഭാഗമാകണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര സംഭവം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സബദ് ഗോത്രത്തെ സംബന്ധിച്ചിടത്തോളം നാം ഓർത്തു വെക്കേണ്ട ചരിത്രമാണ്. നമ്മുടെ ഹൃദയാന്തരങ്ങളിലേക്ക് വാർന്നിറങ്ങുന്ന മഴ വരുമ്പോൾ നാം ഒന്ന് ചേർത്ത് വെക്കേണ്ട ഒരു ചരിത്രമാണ്. നമ്മുടെ നഗരവും അങ്ങനെയുള്ള നഗരമാണല്ലോ പ്രിയമുള്ള മുസ്ലിങ്ങളെ. കൃഷി സ്ഥലങ്ങളുള്ള നല്ല പ്രകൃതി സമ്പുഷ്ടമായ ഒരു ഗോത്രമായിരുന്നു സബദ് ഗോത്രം. ആ സബദ് ഗോത്രത്തിൽ അവിടെ നിന്ന് ഒരുപാട് പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട്. അതിൽ നിന്നൊരു പ്രവാചകനെ അവിടെ നിന്ന് ഒരു സന്ദേശം മുഖേന 2 മലനിരകൾ, ആ 2 മലനിരകളിൽ നിന്ന് നല്ല ശക്തമായ മഴ വന്നാൽ വെള്ളം ഇങ്ങനെ വാർന്നു വരും. അവിടെ എന്ത് ചെയ്തു എന്നറിയുമ്പോ പ്രവാചകന്മാരുടെ അറിയിപ്പ് മുഖേന ഒരു അണക്കെട്ട് അവർ നിർമ്മിച്ചു. അണക്കെട്ട് നിർമ്മിച്ചു. അങ്ങനെ അണക്കെട്ടൊക്കെ നിർമ്മിച്ചതിന് അവസാനം എല്ലാം അവർക്ക് നല്ല മനോഹരമായുള്ള പഴങ്ങളും ഒരുപാട് പഴങ്ങൾ അവിടെ മുളച്ചപ്പോ, ഒരുപാട് പഴങ്ങൾ അവിടെ നിന്ന് വന്നപ്പോ അവർ അല്ലാഹുവിനെ ധിക്കരിച്ചു. അങ്ങനെ അല്ലാഹുവിനെ ധിക്കരിച്ചപ്പോ ആ അണക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് പടച്ച റബ്ബ് അവരെ ശിക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആ സമൂഹത്തെയും കേരള സമൂഹത്തെയും നാം ചേർത്ത് വെക്കുമ്പോ അത്ര മനോഹരമായ പ്രകൃതി മനോഹരമായ നാടാണ്. നമുക്ക് ഒരുപാട് അനുഗ്രഹമുണ്ട്. നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ നന്മക്ക് വേണ്ടി ഒരുപാട് കൃഷിസ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിന് റബ്ബിന് നാം അനുഗ്രഹം ചെയ്തിട്ടില്ല എങ്കിൽ, അതിന് നാം കൃത്യമായി പടച്ചവൻ അനുഗ്രഹം ചെയ്യുന്നില്ല എങ്കിൽ, ഒരു പക്ഷേ ഒരുപാട് അണക്കെട്ടുകൾ നിറഞ്ഞ നാടാണ് കേരളം. നമുക്കറിയാം, മുല്ലപ്പെരിയാറും അതേപോലെ തന്നെ ഇടുക്കി ഡാമും നമ്മെ പേടിപ്പെടുത്തുന്ന ചരിത്രമാണ്, നമ്മെ പേടിപ്പെടുത്തുന്ന കഥകളാണ്. ഒരു ഷട്ടർ തുറന്നപ്പോഴാണ്, 1-2 ഷട്ടറുകൾ തുറന്നപ്പോഴാണ് 2018 തെക്കൻ കേരളത്തെ മുഴുവനും മുക്കാൻ നിൽക്കുന്ന രീതിയിൽ ഒരു പ്രളയം വന്നതെങ്കിൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ വലിയ പ്രയാസമൊന്നുമില്ല അതിനെ അങ്ങ് തകർത്തറിയാൻ. അതുകൊണ്ട് ആലോചന നടത്തേണ്ട ദിവസമാണ്. ഓരോ ഋതുക്കളും മാറി വരുമ്പോ, ഓരോ കാര്യങ്ങളും മാറി വരുമ്പോ, ഓരോന്നും നമ്മുടെ മുന്നിൽ കടന്നു വരുമ്പോ മുഅ്മിനീങ്ങൾ ചെയ്യേണ്ടത് ചിന്ത കൊണ്ടുവരേണ്ടതാണ്, മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതാണ്. അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹീതമായ മഴ വർഷിപ്പിച്ച് ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു ശിക്ഷയായി ഈ മഴത്തെ ഭവിക്കാതിരിക്കട്ടെ. അല്ലാഹുവേ,